പ്രസാദേട്ടനല്ലേ? ആ, ആരാ മോളെ? പ്രസാദേട്ടനല്ലേ? അതെ. എന്താ നിങ്ങൾക്ക് വേണ്ടേ? ഓ, ഷാജി, അവൻ ഇത്രയും തരതാഴ്ന്ന് ഞാൻ വിചാരിച്ചില്ല. പ്രസാദേട്ടാ, ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നൊന്നല്ല. എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നേ? അതും ഫാമിലിയൊക്കെയുള്ളപ്പോ? പ്രസാദേട്ടാ, നമുക്കിത് സിവിലായിട്ട് തീർക്കാം. പ്രസാദേട്ടന് ഈ പേന എടുക്കുന്നു, ഈ അഗ്രിമെന്റിലും സൈൻ ചെയ്യുന്നു, ഞങ്ങളത് വാങ്ങുന്നു, ഞങ്ങളങ്ങ് പോകുന്നു. ലുക്ക് മിസ്റ്റർ ഷംസു. സ്റ്റാനി. പിള്ളേച്ചൻ. മിസ്റ്റർ ഷംസു, ഇതൊരു 3 മാസം എഗ്രിമെന്റ്. 3 6 6 9 ഇതിപ്പോൾ 10ാമത്തെ മാസമായി. കാര്യം ശരിയാ, അന്നേരം ഈ ക്യാഷിന് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീട് വിൽക്കാൻ തീരുമാനിച്ചത്. പക്ഷെ എൻ്റെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ടായി. അതെന്ത് വർത്താനാ പ്രസാദേട്ടായി പറയുന്നേ? നിങ്ങൾ പറഞ്ഞ റേറ്റിനല്ലേ ഷാജേട്ടനെ എഗ്രിമെന്റ് ചെയ്തേ? 10 ലക്ഷം രൂപ നിങ്ങൾ അഡ്വാൻസും വാങ്ങി. എന്നിട്ടിപ്പോൾ നിങ്ങൾ ഈ വർത്താനം പറഞ്ഞാലോ? ഷംസു, ആകെ പിടിവിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചത്. 3 മാസത്തിനുള്ളിൽ മൊത്തം പൈസ തന്നോളാന്നുള്ള ഉറപ്പിൻ്റെ മുകളിലാണ് ഷാജി ഈ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്. 3 മാസത്തിനുള്ളിൽ അയാൾ പൈസ തന്നിട്ടുമില്ല. അതിനുശേഷം ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടുമില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഭാര്യയുടെ മക്കളുടെ എല്ലാം സ്വർണ്ണം എടുത്തിട്ട് ഞാൻ ഈ കടം വീട്ടിയത്. ഇനിയിപ്പോൾ ഞാനെന്തിനാ ഈ വീട് വിൽക്കുന്നേ? ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ അഡ്വാൻസ് എത്രയാണെന്ന് വെച്ചാൽ അതങ്ങ് തിരിച്ചു തരാം, പോരെ? ഷാജിയേട്ടൻ എപ്പോഴെങ്കിലും നിങ്ങളോട് അഡ്വാൻസ് തിരിച്ചു വെച്ചിട്ടുണ്ടോ? എന്തായാലും എനിക്ക് ഈ വീട് വിൽക്കാൻ താല്പര്യമില്ല. ചേച്ചി, ചേട്ടൻ നല്ല ടെൻഷനിലെന്ന് തോന്നുന്നു. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഷംസു, അങ്ങോട്ട് വേണ്ട, അവരെ വിട്ടേരെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം. അതല്ലേ പ്രസാദേട്ടാ ഇത്ര നേരമായിട്ട് ഞാൻ പറയുന്നത്? സൈൻ ചെയ്താ ഞങ്ങൾ അങ്ങനെ പോയിക്കോളാം. ഐ എം നോട്ട് സെല്ലിംഗ്. നോ മീൻസ് നോ. ഷംസുക, ഇത് ശരിയാവൂല. ഡാ പിള്ളേച്ചാ, ഞാനൊന്ന് പറഞ്ഞു തീരട്ടാ. ഹലോ, എങ്ങോട്ടാ? പുറത്തോട്ടൊന്നും പോവാൻ പറ്റൂല. അയ്യോ മോനെ, നീ ആരെയാ കൈ വെച്ചത് നിനക്കറിയോ? അച്ഛനൊന്നും ചെയ്യില്ലേ പ്ലീസ്. അച്ഛന് ഡിമെൻഷ്യയാണ്. എന്ത് ഡിമെൻഷ്യ? ഹേ മിസ്റ്റർ, അയക്കൊന്നും ഓർമ്മയില്ല. ഓർമ്മയില്ലേ? വല്ല ഭ്രാന്ത് ആശുപത്രിയിലും കൊണ്ടുവരണോ? ഭ്രാന്തെന്ന് പറഞ്ഞാലും അടി കിട്ടും. പിന്നെ എന്താടി പറയണ്ടേ?
സുജാത എവിടെയുണ്ട്? സുജാത ഇവിടെ ഉണ്ട്. സുജാത അവിടെ ഉണ്ട്. വെച്ചിട്ടുണ്ടോ കളവാ? മോക്ക് ചായയുടെ അറിയോ? ഉം. എന്നാ ഞങ്ങൾക്ക് ഒരു ചായ കൊണ്ടുപോവാ. പ്രസാദേട്ടാ, ചെറിയൊരു ഡിലേ എല്ലാ ബിസിനസ്സിലും ഉണ്ടാവും. നിങ്ങൾ ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് സൈൻ ചെയ്യാൻ നോക്ക്. നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങ് പിരിയാന്നേ. ബാക്കിയൊക്കെ ഷാജിയായിട്ട് നോക്കിക്കോളും. കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റിൽ ആവട്ടെ. ഏയ്, എന്താ പ്രേതം. പ്രാതോ? അല്ല, എലി എലി. എലിയ? എലിയെ കണ്ടേനാണോ ഇങ്ങനെ നല്ലൊരു? അതൊരു എലിയായിരുന്നു അത്രേ. ആ ബിയർ ബോട്ടിൽ കുടിച്ചത് നിങ്ങളല്ലേ? മൊബൈൽ ഉണ്ടോ കയ്യില്? ചായ ഉണ്ടാക്കറിയോ? ഗുഡ്. മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചത്. അത് നിങ്ങളുടെ ഫാമിലിനെ ഓർത്തുകൊണ്ട് മാത്രം. ഭീഷണിപ്പെടുത്തുന്നോ? താൻ എന്താ വിചാരിച്ചേ? ഞാനൊക്കെ പേടിച്ചു പോന്നു. ബഞ്ച് ഓഫ് സ്കൗണ്ടറൽസ്. പ്രസാദേട്ടാ, ലാംഗ്വേജ് ഒന്ന് കൺട്രോൾ ചെയ്യണേ. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ എന്റെ ഫാമിലിയെ പൂട്ടിട്ട് എന്താ നീ മര്യാദ പഠിപ്പിക്കും? മതി, ഇനി ഇത് ഞങ്ങളുടെ വഴിക്ക് തീർത്തോളാം. എന്നാ തീർക്ക്. കൊടുക്ക് ശംസിക. ഒന്നും ചെയ്യില്ല, പ്ലീസ് പ്ലീസ് ഒന്നും ചെയ്യില്ല. പ്ലീസ് പ്ലീസ് ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, പ്ലീസ് പ്ലീസ്. മര്യാദയുടെ ഭാഷയിലല്ല ചേച്ചി ഇത്ര നേരം ഞാൻ സംസാരിച്ചേ. രണ്ട് സുന്ദരി കുട്ടികളല്ലേ പ്രസാദേട്ടാ നിങ്ങൾക്ക്? വെറുതെ എന്തിനാ അവരെയൊക്കെ ഇതിൽ ബുദ്ധിമുട്ടിക്കുന്നേ? ഇത് നിങ്ങളെ ബോംബെ അല്ല പ്രസാദേട്ടാ, ഇത് കേരളമാണ്. ഇവിടെ എന്ത് സംഭവിച്ചാലും ഞങ്ങളോട് ആരും ഒരു ചുക്കും ചോദിക്കില്ല. പ്രസാദേട്ടാ, കൂടുതൽ തിളപ്പിക്കാൻ നിൽക്കല്ലേ. ഇനിയൊക്കെ നിങ്ങളുടെ തീരുമാനം. പക്ഷെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എഗ്രിമെന്റിൽ പ്രസാദേട്ടന്റെ സൈൻ ഉണ്ടാവും.